ഹായ് കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു ഐഷാസ് ഫ്ലവേഴ്സ് ചാനൽ. ഐഷാസ് ഫ്ലവേഴ്സ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഉണ്ടാക്കാൻ പോകുന്നൊരു ചുമന്ന ചീര പച്ചടിയാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണം നമുക്ക് നോക്കാമല്ലോ. ഇത് നോക്കിക്കോളൂ. ആദ്യം തന്നെ ചീര ചെറുത്ത കഴുകി വൃത്തിയാക്കി കുനുകുനാക്കി അരിഞ്ഞെടുക്കുക. എന്നിട്ട് ചട്ടിയിലേക്ക് ചീരയുടെ ഉപ്പിട്ടിട്ട് വേവിക്കാൻ വെക്കണം കേട്ടോ. എന്നിട്ട് ആ വേവിച്ചിട്ട് ആ വെള്ളം മുഴുവനും വറ്റി വരണം കേട്ടോ. കണ്ടോ, ചീര വെന്തിട്ടുണ്ട്, വെള്ളം മുഴുവനും വറ്റിയിട്ടുണ്ട്. എന്നിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ഒരു അരമുറി ഫുള്ള് എടുത്തിട്ടില്ല, കുറച്ച് തേങ്ങ എടുത്ത് ജീരകം എടുത്ത് പച്ചമുളക് എടുത്ത് പിന്നെ നന്നായി 2 മണി കടുക് ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുത്തു കേട്ടോ. എന്നിട്ട് അരച്ചിട്ട് ഈ ചീരയിലേക്ക് മെല്ലെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. തിളച്ച പോലെ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ തള വരണം കേട്ടോ. അല്ലാണ്ട് നമ്മളിങ്ങനെ ശ്രദ്ധിക്കണം. സൈഡിൽ നിന്നൊക്കെ തള വരുന്ന സമയത്ത് ഇത് ഓഫ് ചെയ്ത് വെക്കുക കേട്ടോ. നല്ലോണം തേങ്ങയൊന്ന് തയ്ക്കോട്ടെ. നമ്മൾ കയ്യിലെടുക്കാണ്ട് തത്താക്കിക്കൊണ്ടിരിക്കണേ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണം, ബെല്ലൈക്കൺ അമർത്തണം കേട്ടോ. ഇങ്ങനൊരു ചീര പച്ചടി നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, തേങ്ങ ഉടച്ച് അതാക്കിയതിന് ശേഷം അതിനകത്തേക്ക് ഞാൻ 4 ടേബിൾ സ്പൂണ് തൈര് എടുത്തിട്ടുണ്ടായിരുന്നു. 4 ടേബിൾ സ്പൂണ് തൈര് നന്നായിട്ട് ഉടച്ചതിന് ശേഷം ഈ തൈരിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. ഇതാണ് കണ്ടോ. ഇനി ഞാൻ തൈര് ചേർക്കാൻ പോവുകയാണ്. കണ്ടോ, തൈര് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്ത് ടേസ്റ്റാണെന്നറിയാം ഈ ചീരപ്പച്ചടി. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്ക്. ചീരപ്പച്ചടി കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ്. ഈ ചുമപ്പ് പച്ച കളറൊക്കെ ഇങ്ങനെ കാണുമ്പോൾ കുട്ടികൾ നന്നായിട്ട് ചോറുന്നു. അതുപോലെ തന്നെ വയറിന് നല്ല സുഖമുള്ളതാണ് കേട്ടോ ഇത്. അപ്പോൾ അധികം പുളിയില്ലാതെ തൈര് ഒഴിക്കുകയാണ്. ഞാൻ മിൽക്കി മിസ്റ്റിൻ്റെ തൈരാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ പിള്ളേർക്ക് അതാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ നിങ്ങളെടുത്ത് ഏതാണോ തൈര് അധികം പുളിക്കാതെ തൈര് ഒഴിക്കണം കേട്ടോ. എന്നിട്ട് ഇതൊന്ന് ഉണ്ടാക്കി നോക്കൂ. എന്നിട്ട് അതിന് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. ഉണ്ടാക്കിയിട്ട് നിങ്ങളിതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ ഓണമൊക്കെയാണ് വരുന്നത് അല്ലേ, എല്ലാവരും നല്ല സന്തോഷത്തിലായിരിക്കും. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് ഇവിടെ എറണാകുളത്ത്. അതാണ് ആ ശബ്ദം കേട്ടത്. മഴയുടെ മഴത്തുള്ളികൾ വീഴുന്ന ശബ്ദമായിരുന്നു കേട്ടിരുന്നത്. അപ്പോൾ ഇന്ന് എനിക്കൊരു ഫ്രണ്ട് വരുന്നുണ്ട് മണ്ണാർക്കാടിൽ നിന്ന്. അപ്പോൾ അവൾക്ക് ഇഷ്ടമാണ് പച്ചടി. അപ്പോൾ അവൾക്ക് വേണ്ടി ഞാൻ ചീരപ്പച്ചടി ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ എന്നിട്ട് പിന്നെ നമ്മൾ കടുകും കരിവേപ്പിലയും ഉണക്കമുളകും കൂടി താളിച്ചതിനകത്തേക്ക് ഒഴിക്കുക. അതിൻ്റെ ഒരു ഭംഗി കാണുമ്പോഴുള്ള കുട്ടികൾ ഓടിരും. എത്ര ചീര കഴിക്കാത്ത കുട്ടികൾ ഇങ്ങനെ കാണുമ്പോൾ ചീര കഴിക്കും. ചീര നിങ്ങളിങ്ങനെ ഒന്ന് ഉണ്ടാക്കിക്കോളൂ. പോഷക മൂല്യമുള്ള സാധനമാണ് ചീര. ഓക്കെ, ബൈ, താങ്ക് യു.